ഡിഫറൻസ്. ഇതാരാ? ഇതാരാ? ചന്ദ്രനാണ് ചന്ദ്രോ. ലുക്കൊക്കെ മാറിയില്ല. ലുക്കെല്ലാം അങ്ങ് മാറി കുറച്ചങ്ങ് പൊളിക്കാന്ന് വിചാരിച്ചു. എന്താ പരിപാടി ചന്ദ്ര? കുഞ്ഞൊക്കെയാ? കുഞ്ഞൊന്നായില്ല. ഇതാരാ? ഇത് താരല്ലേ? അല്ലല്ല, ഇത് താരല്ല, ഇത് താരല്ല, ഇത് വേറെ കൊണ്ടാ. നീ വെറുതെ കുടുംബം കലക്കല്ലേ ചന്ദ്ര? ഹലോ മോനെ, അതാ അതാ ചന്ദ്ര, എന്താ പ്രശ്നോ? എന്താ പ്രശ്നോ? എന്താ സംഭവം? എന്താ? ഇവനെ ഒരു 75 കോടി എനിക്ക് തരാനുള്ളവനാ. അവൻ കാണിച്ച എസ്കേപ്പ് അറപ്പി ഉണ്ടായിരുന്ന ഇപ്പം. ഇവനെ പോലത്തെ ഈ സിറ്റിയുടെ ശാപം. ആർക്കും ആരെ വിശ്വസിച്ച് ഷമീറ ഒരു കാശ് കൊടുക്കില്ല, പ്രത്യേകിച്ച് ഈ നായിന്റെ മോനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്കണം. ഇല്ലില്ല, ഞാൻ ഇല്ലില്ല, എനിക്കറിയില്ല. ഞാൻ ആർക്കും പൈസ കൊടുക്കില്ല. അല്ല, അങ്ക് കുട്ടിയായെന്നെന്താ ചോദിച്ചത്? എന്താ? അല്ല, ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് ഗേൾഫ്രണ്ടായി കുട്ടിയായനോള് സമ്മതിക്കണ്ട, കല്യാണം കഴിയണം പോലും. ഇതെല്ലാം എടുത്ത ഏർപ്പാടാന്ന്. നമ്മളെ കുടുംബത്തിലൊന്നും അങ്ങനെയല്ല. പിന്നെങ്ങനെ? അങ്ങനല്ല, കുടുംബത്തിൽ പറഞ്ഞവർ അങ്ങനെയല്ലല്ലോ ചന്ദ്ര. നമ്മുടെ കുടുംബത്തിലൊക്കെ ആദ്യം കുട്ടിയാവും, എന്നിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിക്കും. അത് നിന്റെ ഏത് കുടുംബാന്നത്? ഹലോ, ഇതാരാ? ഇവനേതോ എന്താ? അതെ അതെ അതെ, കണ്ണൂർ കിങ് ആണ്. ഇതാരാന്ന്? കണ്ണൂർ കിങ് ഗണ്ണ് സെയിലുണ്ടോ? കണ്ണൂർ കിങ് ഇവിടെ സംസാരിക്കുന്നേ, ഈ കാറിനകത്ത് സംസാരിക്കുന്ന ആള്. കാറിനകത്താ? എന്താ ബ്രോ ചോദിച്ചാ? എന്താ ബ്രോ, നിങ്ങൾ ഫാമിലി ആണോ? അതെ അതെ, നമ്മള് ഫാമിലിയാ. ഏത് സെയിലുണ്ടോ? വേണോ? ഇല്ല ഇല്ല, വേണ്ട വേണ്ട വേണ്ട. സിറ്റിസൺ ആണോ നിങ്ങൾ? സിറ്റിസൺ ആണോ? ഓ, നമ്മ സിറ്റിസണാ. ഷമീറിനെ അറിയുന്നതാണോ ഇത്? ഇല്ലില്ല. ഇതെന്താ ഇവന്റെ തൊണ്ടയിൽ ഒരു അണ്ടി കുടിക്കാൻ സൗണ്ട് ആണല്ലോ ഇവന്. ബാ ചന്ദ്ര, നമുക്ക് ഇങ്ങോട്ട് നിക്കാം. അല്ല, നിന്റെ എന്താ ഗേൾ ഫ്രണ്ട് എല്ലായിട്ട് എന്താ സംഭവം? വിഷയം എന്താ? ഇല്ല ഇല്ല ഷമീർ, ഒരു വിഷയം. നമ്മളെ തമ്മിൽ ഭയങ്കര പ്രേമത്തില. ഞങ്ങള് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടിയൊക്കെ ആയിട്ടെ. എന്നെ പോലെ ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കുട്ടി വേണം അങ്ങനെ? ഇല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഷമീറെ. ഇപ്പൊ താരെന്താ പറയുന്നേ? താര ഇതിന്റെ ഇടക്ക് എന്നെ പൊക്കി, മിനിയാന്ന് പൊക്കി തന്നെ. അതായത് ഞാൻ ഒരു 4 പെമ്പിള്ളറുമായിട്ട്, നിങ്ങൾക്കറിയാലോ നമ്മള് എന്താ പറയാ, അവർക്ക് സന്തോഷത്തിന് വേണ്ടി, പെൺകുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരുടെ ബീച്ചിലും പാർക്കിലൊക്കെ, ഇവളില്ലാത്ത സമയത്ത് ബീച്ചിലും പാർക്കിലൊക്കെ കൊണ്ടുപോയി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അതെ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അതെ അതെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരൊക്കെ കൊണ്ടുപോയി പാർക്കിലും ബീച്ചിലും കറങ്ങി. അത് ഇവള് പൊക്കി. ഇവള് പൊക്കിയിട്ട് ഇവള് പറഞ്ഞു ബ്രേക്കപ്പ് പോകണം, മറ്റേത് പോകണം. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ വളരാൻ വേണ്ടിയിട്ടും പിന്നെ പെൺകുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ചോള ഒന്നും വിശ്വസിക്കുന്നില്ല. ജീവിതം പഠിച്ചാലേ നമുക്ക് അവരെടുത്ത്, അതായത് നമ്മുടെ ഗേൾഫ്രണ്ട് എടുത്ത് നമുക്ക് കുറച്ചുകൂടി ഇടപഴകാൻ പറ്റത്തുള്ളൂ. അതെ അതെ, ഇത് പക്ഷെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ? നീ എങ്ങനെയാ നിന്റെ ഇത് കൊണ്ടുപോകുന്നത്? ഞാനിങ്ങനെ ഇടപഴകിയാണ് ഞാൻ എന്റെ ഗേൾഫ്രണ്ട് എടുത്ത് ഇടപഴകാൻ പഠിച്ചത്. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഇതില് ഒന്ന് ഇറങ്ങണം കേട്ടാ, ഈ പെണ്ണുപിടി അല്ല, സോറി, ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റില്. ഹലോ ചന്ദ്ര, സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം. വലയിടുന്നുണ്ട്. ഞാനും ഇടുന്നുണ്ട്. ചിലത് കൊത്തും, ചിലത് കൊത്തൂല. ചിലതാണ് ഇപ്പൊ എനിക്കൊരു മോൻ എന്ന് പറഞ്ഞ ഒരുത്തനെ ദത്തെടുത്തായിരുന്നു, ഒരു നായിന്റെ മോനെ. എന്തിനാ നീ മക്കളെല്ലാം? പ്രശ്നമല്ലേ? ഇവനാണെങ്കിൽ ഏതോ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി ഏതോ കൊലവണ്ടി തൂങ്ങി വന്നതാ. കൊച്ചിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്താ? സൂര്യ ബോസ്. ആ കുരിപ്പ് നിന്റെ? ഓ, എന്റെ തലയിലായതാ. ഇവനാണെങ്കിലുണ്ടല്ലോ എല്ലായിടത്തും പേര്. അതെ, ഓൻ ഭയങ്കര, ഓന്റെ കുടുംബം കലക്കാൻ വേണ്ടി നോക്കി താരന്റെ അടുത്ത്. അഴിക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം. അല്ല, തന്ത നീയാണല്ലോ, സോറി. കൊലവണ്ടി തൂങ്ങി വന്നേന്ന്, എന്നിട്ട് എന്റെ ഉച്ചി തന്നെ വന്ന് വീണ്. ഈ യവന്മാരൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് വീഴും. കാര്യം ഞാനിപ്പൊ എങ്ങനെയൊക്കെ ഇപ്പൊ തട്ടിയും മുട്ടി കൊണ്ടു നടക്കണം. ഭയങ്കര ഇവ കഞ്ചാവ് വേട്ടല്ലേ കഴിഞ്ഞ ദിവസം പിന്നെ പോലീസ് പിടിച്ചേ ഉള്ളൂ. ഇവൻ കഞ്ചാവും ഉണ്ടായി പുർക്ക്. പിന്നല്ലാണ്ട് കഞ്ചാവ്, പെൺവാണിഭം,
ഇങ്ങനെ കണ്ണിയാണവൻ. ഓക്കെ, എന്നാ പെൺവാടി പെണ്ണ നമുക്ക് വേണമെന്ന് മുട്ടണം കേട്ടോ. ഞാൻ പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കണം. പെണ്ണുപിടി ഇതിന്റെ അല്ല അങ്ങനെയല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണം ശരിക്കും. ഇപ്പൊ ഇസ്മായിൽ ഒരു കോഴ്സിന് പോകുന്നുണ്ട്, ഇവർ കുണ്ടനടി കോഴ്സ്. ഇസ്മായിൽ ഉസ്മാനെ ഞാൻ കഴിഞ്ഞ ദിവസം അസുഖമായിട്ട് കണ്ടായിരുന്നു. അതെ അവർ കുണ്ടനടി കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അവർ അതിൽ ബിരുദം എടുത്തോണ്ട് നിൽക്കുന്ന എവിടെയാണ് എവിടെയെന്നെന്തോ എലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ അല്ല അങ്ങനല്ല, എലിയും ഉണ്ടായിരുന്നു ആടാ. അങ്ങനത്തെ ബാബു ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്തായിരുന്നു. ബാബു വന്നായിരുന്നു ഇന്നലെ രാത്രി. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഭയങ്കര പേടിയാവൻ. ഞാൻ ഉള്ള ദിവസം വരത്തില്ല, ഞാനല്ല ഇല്ലാത്തോണ്ട സിറ്റി കയറി. പിന്നെ എലിയായിട്ട് എങ്ങനെയാണ് ഈ വാസുണ്ണന്റെ പരിപാടികള്? ഇവരെന്തോ ഷഡ്ഡി കേസ് നിന്റെതാ? ഷഡ്ഡി കേസ് ഒന്നല്ല ഇത്, എലിയായിട്ട് അത്ര സുഖത്തിലല്ലേ ഇവര്. അല്ല, നിന്റെ ഭാര്യ പറഞ്ഞ നീ ഒരു ഷഡ്ഡി തന്നെ ഇട്ടിട്ട്, ഭാര്യയല്ല ഗേൾഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പറഞ്ഞ് ഓള് നീ ഒരു ഷഡ്ഡിയെ ഇടും, വാറിന് പോകുമ്പോ ഷഡ്ഡി ഇടില്ല, ഫ്രീ ആയിട്ട് നടക്കുന്നാറ്റോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇത് എന്നെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കലാണ് എന്റെ ഗേൾഫ്രണ്ടിന്റെയും മോന്റെയും പരിപാടി. അതുകൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്ത കേട്ടാ. സിറ്റിയിൽ എന്റെ ഇമേജിനെ തകർത്ത് ഷഡ്ഡി ഇടും, വാറിന് പോകുമ്പോ ഷഡ്ഡി ഇടില്ല, ഫ്രീ ആയിട്ട് നടക്കുന്നാറ്റോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇത് എന്നെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കലാണ് എന്റെ ഗേൾഫ്രണ്ടിന്റെയും മോന്റെയും പരിപാടി. അതുകൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്ത കേട്ടാ. സിറ്റിയിൽ എന്റെ ഇമേജിനെ തകർത്ത് ബാക്കിയുള്ള ഇത് ഞാൻ പറയുന്നത് വരാൻ പാടില്ല. അതെ, ഇത് സംസാരിക്കുമ്പോ ഒരു 5-6 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ അയ്യേന്ന് പറഞ്ഞു ചന്ദ്രനെ ഞാൻ നോക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒറ്റ ഷഡ്ഡി ഇടുന്നവരെ നമുക്ക് വേണ്ട, അത് സ്മെല് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. എന്നെ ഇങ്ങനെ തകർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ ഇങ്ങനെ നടക്കുക എന്നെ ഇങ്ങനെ. നമുക്ക് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്താ പറയാ, ഇതിന്റെ ഒരു കോഴ്സ് ഇറക്കണം എന്നാണ് എന്റെ ഒരു തീരുമാനം. അതായത് ഈ പെണ്ണ് ഇങ്ങനത്തെ ഒരു സംഭവം. അതായത് സിറ്റിയിൽ കുറെ അല്ല സിറ്റിയില് കുറെ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ഒരു വിഷമിച്ചിട്ട്. അവരെല്ലാം നമുക്കൊരു നേർവഴിയിലേക്ക് ആക്കണം. എടാ, നിന്റെ നമ്പർ മിസ്സായി പോയി, ഒന്ന് ഷെയർ ചെയ്യോ? വിശ്വാസം. നീ നിന്റെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇതേതാ കൊരങ്ങൻ ബാക്കിൽ? ഹലോ, എനിക്ക് ചെറിയൊരു ഓപ്ഷൻ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ചു വിളിക്കാം. ഓക്കെ ഓക്കെ